കാലത്ത് 4 യുഗങ്ങളാണല്ലോ അല്ലെ, അറിയാലോ അല്ലെ? സത്യയുഗം, ദ്വാപരയുഗം, കൃതയുഗം, നമ്മുടെ കലിയുഗം ത്രേതായുഗം. അപ്പൊ കലിയുഗമാണ് ലാസ്റ്റത്തെ യുഗം. ഈ കലിയുഗത്തില് എന്താ, സത്യയുഗത്തിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ യജ്ഞങ്ങൾക്കും ഹോമങ്ങൾക്കും കഴിയും. ഹൃദയുഗത്തിൽ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാന്മാരെ പൂജിച്ച് അവർക്ക് അങ്ങനെ ഓരോ യുഗത്തിനും അപ്പൊ ഭഗവാൻ പ്രസാദിക്കുകയും ഇപ്പൊ പ്രസാദിക്കണമെങ്കിൽ ഹോമം അതൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും അല്ല ആവശ്യപ്പെടുന്നു, നാമം മാത്രം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം അല്ലെ. കലികാലത്തില് നമുക്ക് ഭഗവാനെ പ്രസാദിപ്പിക്കാൻ പറ്റിയ ഒരേ ഒരു മാർഗം എന്താണ്? നാമജപം. നിസ്സാരമായ കലിസന്താപനോപനിഷത്തില് പറയുന്നത് കലികാലത്തെ ജയിക്കാനുള്ള ഏറ്റവും നല്ല മന്ത്രം ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഈ ഒരു നാമം മാത്രം നിങ്ങൾ ചൊല്ലുക. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് പേർക്ക് ഉണ്ടാവും, അയ്യോ ചേച്ചി പറഞ്ഞു ഏതൊക്കെ നാമം, എല്ലാ സംശയങ്ങൾ വരും. നമുക്കിപ്പോ ഒന്നും വേണ്ട. ഓം നമോ ഭഗവതേ വാസുദേവായ ഒരു 108 പ്രാവശ്യം ചൊല്ലാൻ പറ്റിയാൽ മതി. അങ്ങനെ ചൊല്ലി നിങ്ങൾക്ക് വീണ്ടും അടുത്ത നാമം ചൊല്ലണം എന്നുള്ള ഒരു ജിജ്ഞാസ. ഓം നമോ നാരായണ അല്ലെ, ഈ ഒരു 4 വരുന്നത് നമുക്ക് പറഞ്ഞാൽ എന്താ പ്രശ്നം? ഇതൊക്കെ ഒന്ന് പറയണത് എന്താ? ആദ്യത്തെ ഹരേ രാമ ഞാൻ എന്റെ ചിന്ത അതുകൊണ്ടാണല്ലോ ഞാനൊരു ഞാൻ ചെയ്യുന്ന കാലത്ത് ഞാൻ എനിക്ക് ഇത് ചെയ്യാറ്. എണീച്ച പക്ഷെ നമ്മൾ ചെയ്യാത്ത കാര്യം പറയണം. ഇതിങ്ങനെ ആക്കിയിട്ട് നമ്മുടെ മുഖത്ത് കണ്ടൊന്ന് വെക്കണം. അത് ചെയ്യണം, ആ ചൂട് നമുക്ക് കിട്ടണം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് ഭൂമി ദേവിയെ തൊട്ട് വന്ദിക്കലാണ്. ആ സമയത്ത് നമ്മുടെ കാലല്ല വെക്കേണ്ടത്, നമ്മുടെ കൈ തൊട്ട് വേണം. സമുദ്രവസനേ ദേവി പർവ്വതസ്ഥന മണ്ഡിതേ വിഷ്ണുപത്നിം നമസ്തുഭ്യം പാദസ്പർശം ശമസ്വമേ. ഭഗവതിയോട് നമ്മൾ ക്ഷമയാണ് അർപ്പിക്കുന്നത്. കാരണം ആ സമയം വരെ നമ്മൾ കിടന്നിരിക്കുന്നത് ഹോറിസോണ്ടലാണ് അല്ലെ. ആ ഹോറിസോണ്ടലിൽ കിടക്കുമ്പോൾ ഇതിനുണ്ട് നമ്മുടെ ശാസ്ത്രീയം. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഭൂമി ദേവിയെ തൊട്ട് വണങ്ങുന്നത്? ഒന്ന് നമ്മുടെ പുരാണ ഇതിഹാസം, അത് മാത്രമല്ല നമ്മൾ ഈ ഹൊറിസോണ്ടലിൽ കിടക്കുമ്പോ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ, ഹൃദയത്തിലേക്കുള്ളത് പമ്പിങ് അത് വളരെ കുറവാണ്. പക്ഷെ നമ്മൾ എണീച്ച് നമ്മൾ അന്ന് ചെയ്യുമ്പോൾ അത് ആ സർക്കുലേഷൻ വേറെ ഇതിലേക്ക്